ഹസദ് കൊണ്ട് ഹിസാബില്ലാതെ നരകത്ത് പോകുന്ന പറഞ്ഞാൽ എത്ര വലിയ വിഷയമാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഹസദ് കൂടിയിട്ട്, ഹസദിൻ്റെ മൂർച്ച കൂടിയിട്ട് അന്നത്തെ കാലത്തൊരു പണ്ഡിതൻ ദുആ ചെയ്തില്ലേ സഹോദരങ്ങളെ, ഷാഫി ഇമാം തങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിക്കണേ അല്ലാ, അല്ലെങ്കിൽ മാലിക് ഇമാമിൻ്റെ ഇൽമൊക്കെ പോയി പോകും. എങ്ങനെയുണ്ട് ദുആ? ഒരു മജ്ലിസിൽ ദ്വാരക്ക, ആളുകളെ മുന്നിലിരുത്തിയിട്ട് ദ്വാരക്കാണ് ഒരു പണ്ഡിതൻ. ഷാഫി ഇമാം തങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിക്കണം, അല്ലെങ്കിൽ മാലിക് ഇമാമിൻ്റെ ഇൽമൊക്കെ പോയി പോകും. ഈ ഇൽമ പോകുന്ന വിഷയമല്ല, വളരെ ആ പണ്ഡിതനേക്കാളും പ്രായം കുറവുള്ള ഷാഫി ഇമാം തങ്ങളെ വീട്ടിൻ്റെ മുന്നിലേക്ക് 150 250 വാഹനങ്ങളിൽ പഠിതാക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇൽമ സ്വീകരിക്കാൻ വരുന്നത് കണ്ടിട്ടുള്ള കണ്ണുകടിയാണ്. ആ ഒരൊറ്റ വിഷയമാണ് ഹസദുൽ ഫതാഇദ് ലം യനാലു സഅയഹു ഫൽകുല്ലു അദാഉൽ ലഹു വഖുസൂമു. ആ ചെറുപ്പക്കാരനോട് അവർക്കൊക്കെ അസൂയ. ആ ചെറുപ്പക്കാരൻ വിജ്ഞാനത്തിലും മറ്റും എത്തിയ ലെവലിലേക്ക് അവർ എത്തിയിട്ടില്ല. എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് മുഴുവൻ ആളുകളും ശത്രുക്കളും എതിരാളികളുമാണ്. ഷാഫി ഇമാം തങ്ങൾക്ക് അവരോടൊരു എതിർപ്പുമില്ല. പലരും വന്നിട്ട് ഷാഫി ഇമാം തങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ മരിക്കാനൊക്കെ അവിടെ ദുആ നടക്കുന്നുണ്ട്. ഷാഫി ഇമാം തങ്ങൾ എന്താ മറുപടി പറഞ്ഞത്? തമന്നാ ഉനാസുൻ അൻ അമുത വ ഇൻ അമുത് ഫതിൽക സബീലുൽ ലസ്തു ഫീഹാ ബിഔഹദീ. കുറെ ആളുകൾ ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ആഗ്രഹിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണ്? മരണം എന്ന് പറഞ്ഞത് എനിക്ക് മാത്രമൊന്നും അല്ല തന്നതല്ലല്ലോ. ഞാൻ മരിക്കും പോലെ അവരും മരിക്കുമല്ലോ. എനിക്ക് മാത്രമാണ് മരണമെങ്കിൽ ആ ആഗ്രഹത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ലല്ലോ മരിക്കുന്നത്, അവരും മരിക്കുമല്ലോ. എനിക്ക് അവരോടൊരു പരാതിയുമില്ല, അവരോടൊരു പ്രശ്നവുമില്ല. ആ എതിർപ്പ് മൂത്തിട്ടല്ലേ സഹോദരങ്ങളെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ തലക്ക് വരെ അടിയേറ്റത്? ഹസദിൻ്റെ മൂർച്ച കൊണ്ടല്ലേ. ഹസദ് വല്ലാത്തൊരു രോഗമാണ്. അതുകൊണ്ടാണ് ഖുർആൻ അത്രയും കാവൽ ചോദിക്കാൻ, 5 നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത സന്ദർഭങ്ങളിലും ചോദിക്കാൻ പറഞ്ഞ കാവലിൽ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. എത്ര കൽബിൻ്റെ രോഗങ്ങളുണ്ട്, എണ്ണിപ്പറഞ്ഞൊരു രോഗം അതല്ലയോ. കൽബിന് വേറെയും രോഗമില്ലേ? പക്ഷേ ഹസദ് എന്ന രോഗം കൊണ്ടാണ് ഏറ്റവും വലിയ അദാവത്ത് ലോകത്ത് സംഭവിച്ചത്. അതേ, സ്വർഗലോകത്ത് നിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഇബ്ലീസിന് പ്രേരകമായതും ഹസദ് തന്നെ. ആദ്യമായി സംഭവിച്ച രോഗവും അത് തന്നെയാണ്. ഭൂമി ലോകത്ത് ആദ്യം രക്തം ചീറ്റിയ വിഷയം ഹസദല്ലയോ സഹോദരങ്ങളെ? ഖാബീലിന് ഹാബീലിനോട് വന്ന ഹസദല്ലയോ? ആ ഹസദ് രൂപപ്പെട്ട് വന്നാൽ എന്ത് ചെയ്യണം? മുത്തുനബി തങ്ങൾ പറയുന്നു, വഇദാ ഹസദ്ത ഫസ്തഗ്ഫിരില്ലാഹ്. എപ്പോഴെങ്കിലും ആരോടെങ്കിലും ഏതെങ്കിലും അവസ്ഥയിൽ നിനക്ക് അസൂയ വന്നുപോയാൽ ഉടനെ നീ ചൊല്ലിയേക്കണം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവേ, നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നീയല്ലേ കൊടുത്തത്, നീയല്ലേ വളർത്തിയത്, നീയല്ലേ കൊടുക്കുന്നവൻ, നീയല്ലേ സൃഷ്ടിക്കുന്നവൻ. ഞാനത് ചോദ്യം ചെയ്യാൻ ആരാണ്? നീ കൊടുത്തത് എതിർക്കാൻ ഞാൻ ആരാണ്? എനിക്കെന്താണ് അതിന് കഴിവുള്ളത്? എനിക്കെന്താണ് അതിന് യോഗ്യതയുള്ളത്? മാപ്പാക്കണേ അല്ലാ, ഖൽബ് നന്നാക്കി തരണേ അല്ലാ. ഇസ്തിഗ്ഫാർ അങ്ങ് ചൊല്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഇസ്തിഗ്ഫാറും ചൊല്ലിയാൽ മതിയല്ലോ. കുറേ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടി വരൂലേ? ഓരോരുത്തരെ കാണുമ്പോൾ ചൊല്ലേണ്ടി വരില്ല അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ, നല്ല ഖൽബാക്കി അള്ളാഹു മാറ്റി തരട്ടെ. മൂന്നാമത്തെ ഒരു ലക്ഷണം കൂടി പറഞ്ഞല്ലോ, തീറത്ത്, ശകുനം നോക്കൽ, അവലക്ഷണം കാണൽ. വലിയ വിഷയമാണത്. അല്ലാ, 2 കുടുംബങ്ങൾ തമ്മിൽ തെറ്റിയൊരു കേസ് കേട്ടപ്പോൾ ഞാൻ കുറേ ആലോചിച്ച് ചിരിച്ചുപോയി. അത് ഈ മുറിവൈദ്യൻ ആളെ കൊല്ലുന്നുള്ളൊരു വിഷയം ഉണ്ടല്ലോ, അതിലൂടെ വന്നാണ്. ഒരു കുടുംബത്തിലുള്ള ആൾക്കാർക്ക് എപ്പോഴും അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ട്രീറ്റ്മെൻറ്റിൻ്റെ കുറവായിരിക്കും, അല്ലെങ്കിൽ യഥാർത്ഥ മരുന്നിലേക്ക് എത്തിയിട്ടുണ്ടാകൂല, അല്ലെങ്കിൽ അവർക്ക് നിശ്ചയിച്ച സ്വബറും കൂടി കിട്ടാൻ വേണ്ടി അല്ല കണക്കാക്കി പലതും ആകാലോ. രോഗം വരുന്ന ഒരു സംഗതിക്ക് മാത്രമാവില്ലല്ലോ. അങ്ങനെയാണോ? അങ്ങനെ ആവില്ല. രോഗം വരുന്നത് ചിലത് പരീക്ഷണമായിട്ടായിരിക്കും, അല്ലേ? ചിലത് ദർജ കൂടാനായിരിക്കും, ചിലത് യഥാർത്ഥ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്താത്തതുകൊണ്ട് മാറാത്തതായിരിക്കും. പല രൂപത്തിലും ആകാം.
അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എനിക്ക് രോഗം വരാൻ പാടില്ല എന്നൊരു നിശ്ചയമുണ്ടോ? അങ്ങനല്ല, അങ്ങനെ നിശ്ചയിക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പനി വന്നിട്ടില്ലേ? തങ്ങൾക്ക് വന്ന പനി എമ്മക്കാർക്കും വരാത്ത പനിയാണ്. തങ്ങൾ പനിച്ച് കിടക്കുമ്പോൾ സ്വഹാബി ഇങ്ങനെ പോയി തൊട്ടു നോക്കിയിട്ട് കൈ പെട്ടെന്ന് ഇങ്ങോട്ട് വലിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നക്കല തൂഅക്കു വഅക്കൻ ശദീദാ, നബിയെ പൊള്ളണ പനിയാണല്ലോ, കൈ പോലും തൊടാൻ പറ്റുന്നില്ല, എന്തൊരു ജാതി പനിയാണ്. തങ്ങൾ പറഞ്ഞു, ഇന്നി യുഅക്കു കമാ യുഅക്കു മിൻകും റജുലാൻ, നിങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്ന പനി എനിക്ക് ഒറ്റക്ക് പനിക്കുന്നുണ്ട്. എന്ത് പനിയാണത്? ആ ഡിഗ്രി ഒന്ന് കൂട്ടിയാട്ടെ, സാധാരണ പനിയാണോ അത്? അപ്പൊ ചോദിച്ചു, നബിയെ രണ്ടാളെ കൂലിയും തങ്ങൾക്ക് ഉണ്ടാകുമോ? എന്താ അതൊരു സംശയം? രണ്ടാളെ പനി ഉണ്ടെങ്കിൽ രണ്ടാളെ കൂലി ഉണ്ടാകും. അപ്പം ഞമ്മക്കൊക്കെ രോഗം വരുന്നതിനേക്കാളും ഹബീബായ തങ്ങൾക്ക് രോഗം വന്നപ്പോൾ കൂലി കൂടുതൽ കണ്ടങ്ങൾ. അപ്പോൾ ആ കൂലി കൂടുതൽ കൊടുക്കാൻ അല്ലാഹു തആല നിശ്ചയമാണത്. അങ്ങനെ ഉണ്ടാവും ചിലത്. എല്ലാം ഒരു രൂപത്തിൽ കണക്കാക്കരുത്. ഒരു കുടുംബത്തിന് അസുഖം വന്നു, ഒരാൾക്ക് അസുഖം കഴിഞ്ഞപ്പോൾ ഒറ്റക്ക് അസുഖം വന്നപ്പോൾ ഈ കുടുംബത്തിൽപ്പെട്ട ആരോ ഒരാളൊരു മുറിവൈദ്യൻ്റെ അടുത്ത് ചെന്നു. അങ്ങനെ പറയാണ് സുഖം. മുറിവൈദ്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ വീട്ടിലേക്ക് ഏത് വീട്ടിൽ നിന്നാണ് ഉറുമ്പ് വരുന്നത് നോക്കണം. ഉറുമ്പ് അതിന് കിട്ടിയ റൂട്ടിലൂടെ പോകുന്നല്ല, എന്തും പറയാനാ. അപ്പോൾ ഇയാൾ പോയി നോക്കുമ്പോൾ ഉറുമ്പ് മറ്റേ വീട്ടിൽ നിന്നാണ് ഉറുമ്പ് ഇങ്ങനെ വരുന്നത്. അതോടുകൂടി ആ രണ്ട് വീട്ടുകാരും തമ്മിലുള്ള ബന്ധം വഷളായി. കാരണം അവരാണ് ഉറുമ്പിനെ ഇങ്ങോട്ട് വിട്ടിട്ട് അസുഖം ഉണ്ടാക്കിയത്. ഇങ്ങനെയൊക്കെ ചികിത്സിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് ഞാനതിന് മുറിവൈദ്യൻ എന്ന് പറഞ്ഞ്. സഹോദരങ്ങളെ, ഉറുമ്പിന് റൂട്ട് കിട്ടിയാൽ അതിലൂടെ പോകുക എന്നല്ല. അത് ചിലപ്പോൾ നമ്മളെ കാറിൻ്റെ മുകളിലൂടെയും പോകും, ഡ്രസ്സിൻ്റെ മേലെ കൂടെയും പോകും, ഒരു പെട്ടിൻ്റെ മേലെ കൂടി. ഉറുമ്പിന് റൂട്ട് വന്നതിൽ പോകുക എന്നല്ല, വേറെ എന്ത് മാർഗമുണ്ടോ? ഇങ്ങനെ ഒരു അടയാളം പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും? ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു, അല്ലാത്ത വേറെ ഉണ്ട് കുറേ. രസാവഹമായതൊക്കെ പറഞ്ഞാൽ അന്ന് നമുക്ക് നേരം മതിയാകൂല, ഇഷ്ടം പോലെ ഉണ്ട്. അതിനൊക്കെ സഫാഹത്തുൽ ഉലുമ എന്ന് പറയണം. ഷഫായത്തല്ല, സഫാഹത്ത്, തഞ്ച പോയത്വം, അത്ര ഇഷ്ടം പോലെ ഉണ്ട്. വിവരക്കേട് കൊണ്ട് പൈസ ഉണ്ടാക്കുക എന്നറിയില്ലേ, ആ വിഷയം. മുറിവൈദ്യന്മാർ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിൻ്റെ ബാക്കിയാണല്ലോ മുറിവൈദ്യൻ. ആ ആളെ കൊല്ലും, അതന്നെ അതിൻ്റെ ബാക്കി എല്ലാവർക്കും ഇഫ്ലുണ്ട്, ആളെ കൊല്ലും, അത് ശരി തന്നെയാണ്. എന്നിട്ട് അവർ തമ്മിൽ തെറ്റി മസ്ലഹത്താക്കാൻ വേണ്ടി അവിടെ ഒരു സയ്യിദും ഒരു ആലിമും ഒരുമിച്ച് കൂടിയിട്ട് എന്താണ് അവർക്കിടയിലെ പ്രശ്നം നാട്ടുകാർക്ക് തന്നെ അറിയുന്നില്ല. സ്വകാര്യമായി ചോദിച്ചു നോക്കുമ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ ആ തങ്ങളുപ്പാപ്പയും ആലിമും പറഞ്ഞു, നിങ്ങളെ രോഗത്തിൻ്റെയും കാര്യം വിഷയമൊന്നും അതല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കാര്യമായിട്ട് പെശകുണ്ട്. നിങ്ങളാ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നിങ്ങളെ ശരീരത്തിന് പറ്റാത്ത പലതുമുണ്ട്. നിങ്ങളാ ഉപയോഗിക്കുന്ന വെള്ളം നിർത്തിവെച്ചിട്ട് അപ്പുറത്ത് ശുദ്ധജലം കിട്ടുന്നിടത്തുനിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കണം, വേറെ കിണർ കുഴിക്കണം. നിങ്ങളിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ കാര്യമായിട്ട് പെശകുണ്ട്. അവർ കിണർ കുഴിച്ച് വെള്ളം കുടിച്ചു നോക്കുമ്പോൾ അസുഖവും മാറി, ഒക്കെ മാറി. ഒന്ന് ആലോചിച്ച് നോക്കി. ഉറുമ്പ് എന്നെ വയ്യും പറഞ്ഞിട്ട് കുടുംബം തെറ്റിച്ച് അങ്ങനെ ഉണ്ടാവും. കാരണങ്ങൾ എന്തെല്ലാം ഉണ്ടാകും, പക്ഷെ എങ്ങനെ കാരണം പറയണോ? അപ്പോൾ തീറത്ത് ലക്ഷണം നോക്കിയിട്ട് ആകെ ഇടങ്ങേറുണ്ടാക്കരുത്. തങ്ങൾ പറഞ്ഞു, വൈദാ തത്വയ്യർത്ത ഫാംലി, എന്തെങ്കിലുമൊക്കെ ലക്ഷണക്കേട് കണ്ടാൽ തവക്കുലാക്കിയിട്ട് നീ കാര്യം കൊണ്ട് നടത്തിക്കൊള്ളണം. അതങ്ങനെയാണ്, എങ്ങനെയാണ് നിൽക്കരുത്. അങ്ങനെയല്ലേ പല ആൾക്കാർക്കും. പൂച്ച മുന്നിൽ കൂടെ എങ്ങനെ വന്നാൽ ഇങ്ങനെ, കറുത്ത പൂച്ച എങ്ങനെ പോയാൽ ഇങ്ങനെ, നായ ചോന്നതാ വന്നതെങ്കിൽ ഇന്നിങ്ങനെ. ഇതെന്താ പരിപാടി? ഇത് പണ്ട് സുറാഖത്ത് ബിൻ മാലിക് നബിതങ്ങളെ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ലക്ഷണം നോക്കിയല്ലോ, ഇങ്ങനെ ഒരു വടിയിട്ട് നോക്കി. അന്നൊക്കെ വടിയാണ്, അസ്ലാമെന്ന് പറയുമല്ലോ. നറുക്ക് എഴുതിയിട്ട് വടിയിട്ട് വടിമലിങ്ങനെ എഴുതും. പോകണമെങ്കിൽ പോകണം എന്നുള്ള വരും, പോകണ്ടെന്നെങ്കിൽ പോകണ്ടെന്ന് വരും. 3 പ്രാവശ്യം വടി ഇങ്ങനെ ഇട്ട് നോക്കുമ്പോഴും പോകരുത്, അപകടമാണെന്നാണ് കാണിക്കണത്. പക്ഷെ 100 ഒട്ടകം എന്നിങ്ങനെ മനസ്സിൽ പിന്നുമ്പോൾ എന്ത് വടി, എന്ത് നോക്കാനാ, പറന്നുപോയി. 3 പ്രാവശ്യവും നറുക്കിട്ടപ്പോഴും ആ വടിൻ്റെ മേലെ എഴുതി കാണിച്ചത് പോകരുത്, അപകടമാണ് എന്നാ. പക്ഷെ അതൊന്നും മാനിക്കാതെ പോയി. ഇതേ രൂപത്തിൽ സഹോദരങ്ങളെ, ലക്ഷണം നോക്കിയിട്ട് അവലക്ഷണം നോക്കിയിട്ട് ജീവിതം തകർന്നു പോകരുത്, ഇടങ്ങേറുണ്ടാക്കി തീർക്കും. തവക്കുലാക്കിയിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊള്ളണം, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിർദ്ദേശമാണ്. ഖൽബിൽ പിടികൂടുന്ന ഇത്യാദി രോഗങ്ങളെ തൊട്ടൊക്കെ നമ്മുടെ ഖൽബിനെ ശുദ്ധിയാക്കണം. അള്ളാഹു നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കി തരട്ടെ. എപ്പോഴും നമ്മൾ ദുആർക്കണം, അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടക്കിടക്ക് ദുആർക്കുന്ന ദുആയാണല്ലോ അത്. അല്ലാഹുവേ, ഖൽബിനെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ മനസ്സ് നിന്റെ ദീനിൽ നീ ഉറപ്പിച്ച് അടിയുറപ്പിച്ച് നിർത്തിത്തരണം.
സലീമായ ഖൽബിൻ്റെ ലക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ.